ഹലോ ഗായ്സ്, നമ്മളിത് മൂന്നാർ വട്ടവട റൂട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വൈൽഡ് ഷെർപ്പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെൻറ്റ് ക്യാമ്പിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള വഴിയിൽ നല്ല മനോഹരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഇത് ഈ കാണുന്നത് മാട്ടുപ്പെട്ടി ഡാമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ ബ്ലോക്ക് കിട്ടിയപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മളിത് മാട്ടുപ്പെട്ടി ഡാമൊക്കെ കഴിഞ്ഞിങ്ങനെ കയറി വരുന്ന സമയത്ത് ചുറ്റും നല്ല യൂക്കാലിപ്സ് മരങ്ങളാണ് കേട്ടോ നിൽക്കുന്നത്. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുക കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. എനിക്കത് പുതിയൊരു അനുഭവമായിരുന്നു ഈ ഒരു റൂട്ടിലൂടെയുള്ള യാത്രയൊക്കെ. നമ്മളിപ്പോൾ ഏകദേശം എത്താറായിട്ടോ. ഇവിടെ കുണ്ടല ഡാം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടു. അപ്പോൾ ഇവിടെ നിന്നൊരു 5 കിലോമീറ്റർ ആണ് നമുക്ക് നമ്മുടെ പിക്കപ്പ് പോയിന്റിലേക്ക് ദൂരം മാപ്പിൽ കാണിക്കുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്, നല്ല സുഖമുണ്ട്. അല്ല, നമ്മൾ ആക്ച്വലി ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 1750 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കണ്ട എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇവിടെ തേയിലയൊക്കെ അത് നട്ടിട്ടുള്ളൂ കേട്ടോ. തേയിലയൊക്കെ മുളച്ചു തന്നെയുള്ളു. ഗൈസ്, ആക്ച്വലി നമ്മുടെ ഈ ടെൻറ്റ് ക്യാമ്പിൻ്റെ പിക്കപ്പ് പോയിന്റ് എവിടെയാണെന്ന് വെച്ചാൽ എല്ലപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മളിത് എല്ലപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാഴ്ച നിങ്ങളെയോട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വണ്ടി നിർത്തിയത്. ആക്ച്വലി എനിക്ക് ഇവിടുന്ന് ഒരു 550 മീറ്റർ കൂടെ ഉള്ളൂ. അവിടെ ഷിജിൻ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ടെൻറ്റ് ക്യാമ്പിൻ്റെ ആൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളെ പിക്ക് ചെയ്തിട്ട് ബൈ വാക്കാണ് നമ്മൾ പോകുന്നത്. ട്രക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളത് അങ്ങനെ പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പിക്കപ്പ് പോയിന്റിൽ നമ്മളത് ബൈക്കൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത്. ഓക്കെ, ഇതാണ് ഈ ഒരു വ്യൂ. ആക്ച്വലി ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ടാണ് 100 കിലോമീറ്റർ കൂടുതൽ ബൈക്ക് ഓടിച്ചിട്ട് വന്നത്. കുറേ സ്ഥലത്ത് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ പോയിട്ടില്ല. പിന്നെ അങ്ങോട്ട് പോകണം, എവിടെയെങ്കിലും ബൈക്കായിട്ടൊക്കെ പോകണം എന്ന് വിചാരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരടി പോലും നടക്കാത്ത ഞാൻ ഇന്ന് 2.5 കിലോമീറ്റർ നടക്കാൻ പോവാണ്. നമ്മളിവിടെ നിന്ന് നടന്നാണ് നമ്മുടെ ടെൻറ്റ് ക്യാമ്പിലേക്ക് പോകുന്നത്. നമ്മളത് നമ്മുടെ നടത്തം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മളിവിടെ 5-6 പേരുണ്ട്. ഈ ബ്രോ അവിടുത്തെ മെമ്പറാണ്. എൻ്റെ ഒരു ഷാരോൺ. നമ്മളതേ അങ്ങനെ പകുതി വഴിയായിട്ടാ. അപ്പോഴത്തേക്കും വിഷമിച്ച് മടുത്ത് നടന്ന് ശീലമില്ലല്ലോ. അതുകൊണ്ട് നമ്മളിവിടെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാനായിട്ട് നിൽക്കുന്ന കേട്ടോ. ഓ, നല്ല രസമുണ്ടല്ലേ കാണാൻ. നല്ല ഭംഗിയുണ്ട്. ഓ, അതാണിത്. അമ്പോ, അടിപൊളി. അങ്ങനെ നമ്മളിത് അവസാനം നമ്മുടെ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ.
നമ്മളങ്ങനെ നമ്മുടെ ടെൻറ്റിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ താഴെ നമ്മളിത് ഈ കാണുന്ന പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോ ടെൻറ്റുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ടെൻറ്റ് ഏറ്റവും ലാസ്റ്റാണേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആക്ച്വലി നമ്മളെ പിക്ക് ചെയ്യാൻ വന്നത് ഷിജിനല്ല, പകരം ഷാരോണാണ്. അപ്പോൾ ഷിജിൻ നിൽക്കുന്നതാണ് ഷിജിൻ ശരിക്കും. കോതമംഗലംകാരൻ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല ഷിജിൻ. അതെ, കോതമംഗലത്ത് എവിടെയാണ്? കോതമംഗലത്ത് കോട്ടപ്പടി. കോട്ടപ്പടി. പഠിച്ചതൊക്കെ? ഞാൻ പഠിച്ചത് കോട്ടപ്പടിയിൽ പഠിച്ചിട്ടുണ്ട്, കോളേജിൽ. ബാക്കിയൊക്കെ പുല്ലുവഴി പെരുമ്പാവൂർ. ഞാൻ കോതമംഗലത്താണ് പഠിച്ചത്, അതുകൊണ്ട് ചോദിച്ചാൽ. ആണോ? സെന്റ് ജോർജ് കോതമംഗലം. സെന്റ് ജോർജിലല്ല, പ്ലോട്ട് എൻ്റെ അതാണ്. അതെ. അപ്പോൾ നമ്മളിത് നമ്മുടെ ടെൻറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഫസ്റ്റ് ടെൻറ്റാണ് എൻ്റെ. ഇത് സിംഗിൾസിന് പറ്റിയ ടെൻറ്റാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ്. നമ്മളത് കഴിഞ്ഞ് ദേ താഴേക്ക് നോക്കിയപ്പോൾ ഉണ്ട് കേട്ടോ, ഏറ്റവും അറ്റത്തായിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ വെച്ചേക്ക് കേട്ടോ, ഒരു ഇൻഫിനിറ്റി പ്ലാറ്റ്ഫോം പോലത്തെ ഒരു സെറ്റപ്പ്. നമ്മളവിടെ കയറിയൊക്കെ നോക്കി. അവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ, എന്ത് രസമാണല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളിത് രാത്രിയിലത്തെ ഒരു കാഴ്ച കണ്ടത്. നമ്മൾ ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് ആ പാക്കേജ് എടുത്തിട്ട് പോയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഡേ ആണല്ലോ. അപ്പോൾ ലൈറ്റ്സും കാര്യങ്ങളും നമ്മുടെ ക്യാമ്പ് ഫയറിനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നല്ലൊരു പുൽക്കൂട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ക്യാരംസ് കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതാണ് നമ്മളെല്ലാവരുമായിട്ട് കൂടിച്ചേർന്നിട്ട് ക്യാമ്പ് ഫയർ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടത്താൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഫയറൊക്കെ സെറ്റായി. അതുകൊണ്ട് തന്നെ നമുക്ക് തണുപ്പിൽ നിന്നൊരു ചെറിയൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ദേ ഞാനിരിക്കണണ്ട, തണുത്ത് വിറച്ചിരിക്കണണ്ട, അടിപൊളി. ഒരു 3-4 ഡ്രസ്സ് ഞാൻ ഉള്ളിൽ അകത്തിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത്. അതിനുശേഷം നമുക്കിത് സൂപ്പൊക്കെ കൊണ്ടു തന്നു കേട്ടോ. ഭക്ഷണത്തിന് മുമ്പ് നമുക്കൊരു സൂപ്പൊക്കെ തന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. I love this job because I every day meet the new strangers. How many words? അതെ അമ്മാര് ചോദിക്കാലോ. How many words? ആദ്യം ഇവിടെ എന്തിനാ അഭിനയിക്കുന്നത്? 3 words, okay. You can't say that. പഴയ പടം ഞാൻ പറഞ്ഞില്ലായിരുന്നു. എന്ത് ചോദ്യം ചോദിക്കാം? ആദ്യം ഇവിടെ ആക്കിയിട്ടേ. എന്തേലും കാണിക്കാം, പറഞ്ഞു തന്നില്ല. ഫസ്റ്റ് വേർഡ് കാണിക്കാം. മലയാളം ഇംഗ്ലീഷാണ്. ഗൈസ്, നമ്മളത് ടെൻറ്റിലാണ് ഇപ്പോൾ. ഇതാണ് നമ്മുടെ ടെൻറ്റ്. ഇതിനകത്ത് നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് തരുന്നുണ്ട് കേട്ടോ. സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്. ഓക്കെ,
ഇതാണ് ട്ടോ നമ്മൾ ഇന്നലെ കിടന്ന ടെൻ്റാണത്. ഇന്നിപ്പോൾ രാവിലെ 7:45 അപ്പോഴത്തെ ഒരു വ്യൂ ആണ് ട്ടോ അത്. നമ്മൾ ഏറ്റവും താഴത്തെ ഒരു തട്ടിലാണ് നമ്മൾ ടെൻ്റ് ഉള്ളത്. ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ മുകളിൽ, അങ്ങനെയാണ് ഇവിടെ. ഗൈസ്, നമ്മളത് അങ്ങനെ രാവിലെ ഒരു 10 മണിയൊക്കെ ആയ സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിയിട്ടോ. തിരിച്ച് നമ്മൾ നമ്മുടെ പോയിന്റിലേക്ക് എത്താണ്. ഇന്നലത്തെ നൈറ്റിലെ ഫുഡ് നല്ല രസമായിരുന്നു. ഞാനതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. എന്ത് ടേസ്റ്റി ആയിരുന്നു എന്നറിയോ, നല്ല ഫുഡായിരുന്നു. അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതേ ഇറങ്ങി നമ്മൾ നമ്മുടെ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഈ ഒരു ക്രിസ്മസിൻ്റെ ക്യാമ്പിൽ ആക്ച്വലി ഒരു 30 പേരുണ്ടായിരുന്നു, പല സ്ഥലത്തു നിന്നൊക്കെ ആയിട്ട്. അതുപോലെ നോർത്തിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പേര് നോർത്തിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു രസമായിരുന്നു കേട്ടോ. ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ക്രിസ്മസ് കരോളും എല്ലാ കാര്യങ്ങളും നല്ല ഗംഭീരമായിരുന്നു കേട്ടോ. ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ചിരുന്നു, പക്ഷെ അവരെല്ലാവരും ബിസി ആയിരുന്നു, ക്രിസ്മസ് ഒക്കെ ആണല്ലോ. ഇനി ഇങ്ങനെ ഒരു ക്യാമ്പിങ്ങും കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ ഒരാളായിട്ട് എന്തായാലും ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ആയിട്ട്, കസിനോ ആരെങ്കിലും ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.